ഏറ്റവും പുതിയ കണക്കുകൾ കൂടി വരികയാണ്. വയനാട് ദുരന്തത്തിൽ മരണം 400 കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കണക്ക്. മരണം 402 എന്ന് സ്ഥിരീകരിക്കുകയാണ്. കണക്കുകൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ 400 കടന്നിരിക്കുന്നു. 402 മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ചൂരൽമലയിൽ പരിശോധനയ്ക്കായി റിട്ടയേർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ എത്തിയിരിക്കുകയാണ്. 4 സ്പോട്ടുകളിലാണ് പരിശോധനയ്ക്കായി കടാവ് നായയും എത്തിച്ചിട്ടുണ്ട്. ആകെ 18 സ്പോട്ടുകളാണ് ഐബോർഡ് പരിശോധനയിൽ ഇന്നലെ കണ്ടെത്തിയത്. ദീപക് മലയമ്മ വിവരങ്ങളുമായി. ദീപക്, ഇപ്പോൾ ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ആകെ 18 സ്പോട്ടുകൾ. ആ 18 സ്പോട്ടുകളിലെ തിരച്ചിൽ ഏത് രൂപത്തിലായിരിക്കും? കടാവർ നായകൾ ഇപ്പോൾ സൂററ്റിൽ നിന്നുള്ള കടാവർ നായകളുണ്ട്, തമിഴ്നാട്ടിൽ നിന്നുണ്ട്. അപ്പോൾ ഈ കടാവർ നായകളെ ഉപയോഗിച്ച് ഉള്ള തിരച്ചിലാണോ ഇപ്പോൾ നടക്കുക? ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. അതായത് ഇന്നലെയാണ് റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടേക്ക് എത്തുന്നതും ഡ്രോൺ പരിശോധന പൂർത്തിയാക്കുകയും ചെയ്തത്. ഐബോർഡ് പരിശോധന പൂർത്തിയാക്കിയ ഘട്ടത്തിൽ 18 സ്പോട്ടുകളാണ് ചൂരൽമലയിലെ ബെയിലി പാലത്തിന്റെ തൊട്ട് താഴെ ഭാഗത്ത് കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ തന്നെ 8 സ്പോട്ടുകളിലേക്ക് പിന്നീട് ചുരുങ്ങുകയുണ്ടായി. ആ 8 സ്പോട്ടുകൾ ഇന്റർപ്രറ്റ് ചെയ്താണ് 4 സ്പോട്ടുകൾ എന്നുള്ള കണക്കിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ 4 സ്പോട്ടുകൾ കൃത്യമായി ഇപ്പോൾ ഇവിടെയുള്ള നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്ന ഉദ്യോഗസ്ഥർക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ കടാവർ നായ്ക്കളെ ഉൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഹിറ്റാച്ചി ഉപയോഗിച്ച ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ താഴേക്ക് കുഴിച്ചു നോക്കാനുള്ള തീരുമാനം വന്നിരിക്കുന്നത്. അതായത് അല്പം മുൻപ് ഞാൻ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലൻ സാറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിന് നിലവിൽ ഇല്ല, വൈകിട്ട് പൂർണ്ണമായും പ്രതികരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം കൃത്യമായി തന്നെ വിവരങ്ങൾ നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ മണ്ണിന് അടിഭാഗത്ത് കണ്ടെത്തിയിരിക്കുന്നത് പൂർണ്ണമായും മനുഷ്യ സാന്നിധ്യമാണോ എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത ഈ ഒരു ഘട്ടത്തിൽ ആ അർത്ഥത്തിൽ നൽകാൻ കഴിയില്ല. പക്ഷേ അതിനുള്ള സാധ്യതകൾ ഒരു വിധത്തിലും തള്ളിക്കളയാൻ കഴിയാത്ത ചില കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ 4 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്നിപ്പോൾ പരിശോധന ആരംഭിച്ചിരിക്കുന്നത്. ആ 4 സ്പോട്ടുകളിൽ നിന്ന് കൃത്യമായി ഒരിടത്തു നിന്നെങ്കിലും ഇങ്ങനെ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുകയാണെങ്കിൽ അത് മറ്റിടങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ഉതകുന്ന തരത്തിൽ അതിൽ നിന്ന് കൂടുതൽ സിഗ്നേച്ചറുകൾ ലഭ്യമാകും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അത് വളരെ ഗുണകരമാകുന്ന കാര്യമായി മാറും. പ്രത്യേകിച്ച് മണ്ണിന് ഏതാണ്ട് 11 മീറ്റർ എന്നുള്ളതാണ് നേരത്തെ മന്ത്രി കെ രാജൻ വിശദീകരിച്ചത്. അത്രത്തോളം ആഴത്തിൽ മണ്ണ് ഈ മേഖലയിലെല്ലാം തന്നെ വന്നടിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും താഴെ ഭാഗത്തേക്ക് പരിശോധനകൾ നടത്തുക എന്നുള്ളത് അത്ര കണ്ട് പ്രായോഗികമല്ലാത്ത സ്ഥിതിവിശേഷം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഐബോർഡ് പരിശോധന പ്രകാരം അത്തരത്തിൽ സിഗ്നലുകൾ കണ്ടെത്തുന്നതും ആ സിഗ്നലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നത്. അല്പം മുൻപാണ് ചുരൽമലയിലെ ബെയിലി പാലം നിർമ്മിച്ചതിന് താഴെ ഭാഗത്തേക്ക്, അതായത് ഉരുൾപൊട്ടി പുഞ്ചിരിമട്ടത്തിൽ നിന്ന് ഉരുൾപൊട്ടി താഴേക്ക് വന്ന ആ ഭാഗത്ത് ബെയിലി പാലവും കടന്നതിന് ശേഷം വെള്ളാർമല സ്കൂളും കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗത്ത് ഈ 4 സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കുഴിയെടുത്ത് അവിടെ നിന്നും കൂടുതൽ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള പരിശോധനകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും തരത്തിൽ മനുഷ്യ സാന്നിധ്യം ഈ മേഖലകളിൽ എവിടെയെങ്കിലും സ്ഥിരീകരിക്കാൻ സാധിച്ചാൽ ഇന്നലെ കിട്ടിയ സ്പോട്ടുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സിഗ്നൽസുമായി ബന്ധപ്പെട്ട് തട്ടിച്ചു നോക്കിയതിന് ശേഷം അത്തരം സിഗ്നലുകൾ മറ്റെവിടെയൊക്കെ ലഭ്യമാകുന്നു എന്നുള്ള പരിശോധനകളിലേക്ക് കടക്കുമെന്നുള്ളതാണ്. അത്തരത്തിൽ ഐബോർഡ് പരിശോധനകളിലേക്ക് കടക്കും. ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധനകൾ നടത്തുന്നത്. നേരത്തെ തന്നെ കുറേ ആളുകൾ മണ്ണിൽ പൊതിഞ്ഞു പോയിട്ടുണ്ടാകാം എന്നുള്ള കണക്കുകൂട്ടലുകളിലേക്ക് അധികൃതരൊക്കെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെയൊക്കെ എത്രയൊക്കെ കണ്ട് മണ്ണ് നീക്കും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലാത്ത സാഹചര്യവുമുണ്ട്. കാരണം പുഞ്ചിരിമട്ടത്തിൻ്റെ ആ ഒരു മേഖലയിൽ നിന്ന് ഉയർന്ന പ്രദേശത്ത് നിന്ന് ഇങ്ങ് താഴ്വാരത്തേക്ക് വരുമ്പോൾ ചിലയിടങ്ങളിൽ ഏതാണ്ട് 40 അടിയോളമൊക്കെ മണ്ണ് പൂർണ്ണമായും ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ പോലും പറയുന്നത്. നമ്മൾ നേരത്തെയൊക്കെ തന്നെ വെള്ളാർമല സ്കൂളിൻ്റെ ദൃശ്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഒരു കാലത്ത്, അതായത് ഈ ഉരുൾ പൊട്ടുന്നതിന് മുൻപുള്ള ആ ഒരു മേഖല എന്ന് പറയുന്നത് അതിൻ്റെ സ്കൂൾ ഗ്രൗണ്ടൊക്കെ വളരെ താഴെയായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. ആ പാലത്തിൽ നിന്ന് നോക്കുമ്പോൾ താഴെ ഭാഗത്താണ് ആ ഗ്രൗണ്ട് കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ബെയിലി പാലത്തോട് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്ന തരത്തിലേക്ക് അവിടെ മണ്ണ് ഡിപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്കൂളിൻ്റെ ഏതാണ്ട് പകുതിയോളം മണ്ണ് മൂടി നിൽക്കുന്ന അത്രയും ഉയരത്തിലേക്ക് മണ്ണ് വന്ന് അടിയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ മേഖല ഒന്നടങ്കം മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധന എന്ന് പറയുന്നത് സാധ്യമല്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ഒരാഴ്ച നമ്മൾ പിന്നിടാൻ പോകുന്ന ഘട്ടവും കൂടിയാണ്. അതുകൊണ്ടാണ് ഈ അത്യാധുനിക സാങ്കേതിക വിദ്യകളെ കൂടി കൂട്ടുപിടിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സാധ്യതകളുണ്ടോ എന്നുള്ളത് പരിശോധിക്കുന്നത്. അപ്പോഴും ഉള്ള ഒരു പരിമിതി എന്ന് പറയുന്നത് ഡീകമ്പോസ്ഡ് ആകുന്ന സാഹചര്യത്തിലേക്ക് ഈ മണ്ണിനടിയിൽ ആളുകൾ ഉണ്ടെങ്കിൽ തന്നെ എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ വളരെ ശ്രമകരമായ ദൗത്യവും കൂടിയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഹിറ്റാച്ചിയിൽ നിന്ന് വെള്ളം ഉൾപ്പെടെ ഈ
മേഖലയിലൂടെയാണ് അന്ന് നദിയായി ഒഴുകിപ്പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തോതിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ട്. അവിടെയാണ് പരിശോധന നടത്തുന്നത്. പക്ഷേ ഹിറ്റാച്ചി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻ പോലും വളരെ കൃത്യതയോടുകൂടി മണ്ണ് താഴേക്ക് വളരെ പതുക്കെ ഇട്ട് ഏതെങ്കിലും തരത്തിൽ ഒരു തുമ്പ് കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ള പരിശോധന കൂടി ഈ ഒരു ഘട്ടത്തിൽ നടത്തുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ സജീവമായ ഇടപെടൽ പരിശോധനയുടെ ഭാഗമായി ഇപ്പോഴും ചൂരൽമലയിൽ നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യ സാന്നിധ്യം കണ്ടെത്തുക എന്നുള്ളതാണ് കഡാവർ ഡോഗ്സിനെ എത്തിച്ച് അതുകളെ ദീപക് മലയമയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.